പ്രിയപ്പെട്ട ആറോ ARO പ്രിയങ്കരിയായ നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ചെയർപേഴ്സൺ അഫ്സത്ത് മുസൈബ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിൽ നിന്നുള്ള പ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പുതിയ കമ്മിറ്റിക്ക് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസകൾ നേരുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വേദിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് എന്നേക്കാൾ കൂടുതലായി നിങ്ങൾക്കറിയാം. മുൻകാലങ്ങളിൽ ഇല്ലാത്ത രൂപത്തിലുള്ള പുതിയ സ്കീമുകളൊക്കെ കുടുംബശ്രീക്ക് മാത്രം അവകാശപ്പെടാവുന്ന രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവീണരുണ്ടല്ലോ, SVEP എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഏറ്റെടുത്തതിൽ സംരംഭകത്വത്തിന് വേണ്ടി മാത്രം 4.5 കോടി രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട്. അതിൽ മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ ഒരു ധാരണ അനുസരിച്ച് കുടുംബശ്രീ രംഗത്തേക്ക് വരേണ്ടത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് മാറി അവരുടെ രക്തബന്ധമുള്ള ആളുകൾക്കൊക്കെ സംരംഭകത്വ മേഖലയിലേക്ക് വരാൻ പറ്റുന്ന SVEPയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി ചാർജ് ഒഴിഞ്ഞിട്ടുള്ളത്. ആ SVEP വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ സംരംഭകത്വത്തിന് താല്പര്യമുള്ള സ്ത്രീകളെയും അതുപോലെ തന്നെ യുവാക്കളെയും അതുപോലെ തന്നെ പുരുഷന്മാരെയും ഒക്കെ രംഗത്തിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു നേതൃസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലും അതിൻ്റെ SVEPയുടെ ഫലങ്ങളും അതുപോലെ തന്നെ പുതിയ ഹോം ഷോപ്പ് പോലെയുള്ള കുറേ പദ്ധതികളൊക്കെ പുതിയതായി വന്നിട്ടുണ്ട്. ഡോർ സ്റ്റെപ്പ് മാർക്കറ്റിംഗ് തുടങ്ങി നല്ല സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് ഓർഡർ കൊടുക്കുന്നതിന് പകരം ആ പണം നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങാവുന്ന രൂപത്തിൽ ഇവിടുത്തെ തനത് രൂപത്തിൽ നമ്മൾ സത്യസന്ധമായി ചേരുവകളില്ലാതെ കൃത്രിമമില്ലാതെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലെ സാമ്പത്തിക രംഗത്ത് കിട്ടേണ്ടുന്ന പണം ഇവിടെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന രൂപത്തിൽ അത് പുറത്തേക്ക് പോകാതെ അത് ഇവിടുത്തെ പലചരക്ക് കടയിലും ഇവിടുത്തെ മീൻ മാർക്കറ്റിലും ഇവിടുത്തെ ഇറച്ചിക്കടയിലും ഇവിടുത്തെ തുണി ഷോപ്പിലും ഇവിടുത്തെ തുന്നൽ കടയിലും ഒക്കെ പോകേണ്ടുന്ന പണമാണ്. അതൊക്കെ നമ്മൾ കണ്ണും ചിമ്പി ഓരോ ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓൺലൈനിൽ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗത്തെയാണ് ബാധിക്കുന്നത്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ആ സാമ്പത്തിക വ്യവസ്ഥ പ്രാദേശികമായി പുഷ്ടിപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ കാണാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കയ്യിൽ പണം വരണം എന്നുണ്ടെങ്കിൽ ഇത്തരം വ്യവസ്ഥകളോടും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളോടുമൊക്കെ നമ്മൾ ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി നിന്നാൽ മാത്രമേ പറ്റൂ. അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് കൈവന്നിട്ടുള്ളത്. അവസരത്തിൻ്റെ നേതൃത്വത്തിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. അത് നല്ല ഒരു രൂപത്തിൽ കൈകാര്യം ചെയ്യുവാനും അതിൻ്റെ ഗുണം പരമാവധി നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീകൾക്കും സമൂഹത്തിനും കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. ഞങ്ങളുടെയൊക്കെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് സാന്ദർഭികമായി പറഞ്ഞു.